ഞാൻ പറഞ്ഞു വന്നത്, ഈ കുടുംബവുമായി നമ്മൾ നിരന്തരം സംസാരിക്കുന്നതിനിടയിൽ സഹോദരി പറഞ്ഞത് കൂടെ നിന്നതിന് 1000 നന്ദി എന്നാണ്. ഇത് AK അഭിലാഷിനെയും റിപ്പോർട്ടർ എന്ന ചാനലിനെയും നമ്മളവിടെ ഉണ്ടായിരുന്ന ദീപക് മലയമ്മയും മാത്രം ഉദ്ദേശിച്ചല്ല, അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ മലയാളി മാധ്യമങ്ങൾക്കും ഈ നന്ദിയും സ്നേഹവും അഞ്ജു അറിയിക്കുന്നുണ്ട്. ഔദ്യോഗികമായ പ്രതികരണം നമുക്കൊരു പക്ഷേ ഈ ബോഡി ആരുടേതാണ് എന്ന് ഉറപ്പിച്ചതിനു ശേഷമായിരിക്കും കുടുംബം നൽകുക. നമുക്കതുവരെ കാത്തിരിക്കാം. നമുക്ക് MM രാകേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. MM രാകേഷ് കണ്ണാടിക്കലെ വീട്ടിലുണ്ട്. MM രാകേഷ്, ഇപ്പോൾ തോട്ടത്തിൽ രവീന്ദ്രൻ MLA പറഞ്ഞതിൽ നിന്ന് ഈ മൃതശരീര ഭാഗങ്ങൾ തിരികെ കൊണ്ടുവരുന്നതിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുകയാണ്. കോഴിക്കോട് കളക്ടർ ഏകോപിപ്പിക്കും എന്നല്ലേ പറഞ്ഞത് MM രാകേഷ്? വീട്ടുകാരിപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഘട്ടത്തിലൊരു പ്രതികരണം തേടുന്നത് ശരിയുമല്ല. മാത്രമല്ല, പറയാനുള്ള കാര്യങ്ങൾ തോട്ടത്തിൽ രവീന്ദ്രൻ MLAയിലൂടെ വീട്ടുകാർ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MM രാകേഷ്, വീട്ടുകാരുടെ ആവശ്യപ്രകാരം DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ നൽകിയ ശേഷം മൃതശരീര ഭാഗങ്ങൾ കണ്ണാടിക്കലെ വീട്ടിലേക്ക് എത്തിക്കും. അങ്ങനെ തന്നെയല്ലേ? അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് MLA നമ്മളോട് നടത്തിയിട്ടുള്ളത്. കുടുംബത്തിൻ്റെ കൂടെ ഒരു പ്രധാന ആവശ്യമാണ് ഇതിൽ DNA പരിശോധന നടത്തണം എന്നുള്ളതാണ് കാര്യം. ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു തരത്തിലുള്ള വിവാദങ്ങളിലേക്കും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ കൂടെ ഒരു പ്രധാന ആവശ്യമായിരുന്നു DNA നടത്തുക എന്നുള്ളത്. അതുതന്നെയാണ് MLA പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി അർജുൻ്റെ ബോഡി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കോഴിക്കോട്ടെ നാട്ടുകാരും ഒപ്പം തന്നെ അർജുനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ തന്നെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. നമ്മളോടൊപ്പം ഉള്ളത് നൗഷാദ് തെക്കയിലാണ്. ഈ ആക്ഷൻ കമ്മിറ്റിയിൽ സജീവമായിരുന്നു. മനാഫിനോടൊപ്പം തന്നെ നമുക്കറിയാം, മനാഫ് ഒരു ഘട്ടത്തിൽ പല ആളുകളും ഈ ഒരു പ്രവർത്തനവുമായി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാനാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അർജുനെ കണ്ടെത്താനാവുക, ഇത്രമാത്രം സാഹസമായൊരു ഉദ്യമം ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഘട്ടത്തിലാണ് ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് കൂടെ നേതൃത്വം നൽകുന്നത്. ഹൈക്കോടതിയിലേക്ക് നീങ്ങണം, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമോ അല്ലെങ്കിൽ ഇനി ഏത് തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടായിരിക്കണം തെരച്ചിൽ വീണ്ടും ആരംഭിക്കുന്നതിന് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കുന്നതിനാണ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നത്. നൗഷാദ് തെക്കയിൽ പറയും, ഈ ഒരു ആക്ഷൻ കമ്മിറ്റി സത്യത്തിൽ വ്യർത്ഥമാവുമോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ആദ്യം. നമുക്ക് ഇതിലെ ഒരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം അമ്മയുടെ ഒരു വിലാപം കേരള സമൂഹത്തോടും നമ്മുടെ എല്ലാവരോടും എൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് ആ അമ്മയും കുടുംബവും ചോദിക്കുന്നു. പിന്നെ നമ്മളെ മുമ്പിലേക്ക് വരുന്നത് കേവലം എൻ്റെ ഒരു ഡ്രൈവറല്ല, എൻ്റെ ഒരു സഹോദരനാണ് നഷ്ടപ്പെട്ടത്, എനിക്കവനെ കാണണം, എനിക്കവനെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് മനാഫും ശക്തമായി രംഗത്ത് വരുന്നു. അപ്പം നമ്മളതിൻ്റെ കൂടെ നിന്നുകൊണ്ട് നിയമപ്രകാരമുള്ള എല്ലാ സാധ്യതകളും മുൻപിൽ കണ്ടുകൊണ്ട് ശക്തമായി പ്രവർത്തിച്ചു. മനാഫ് സംസാരിച്ചു ഇതിന് ശേഷം? ഇപ്പോൾ മനാഫ് സംസാരിച്ചു, നമ്മുടെ സഹപ്രവർത്തകർ അവിടെ ഉണ്ട്, അവർ സംസാരിച്ചു, ജിതിൻ സംസാരിച്ചു, ഇപ്പോൾ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ നിലവിൽ താങ്കൾ റിപ്പോർട്ട് ചെയ്തതുപോലെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ എന്നുള്ളത്. നിയമപ്രകാരമുള്ള സംവിധാനങ്ങൾ പിന്നീട് ഒരു ഭവിഷ്യത്ത് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദങ്ങൾ വരാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും ദിവസം നമ്മളെല്ലാവരും കാത്തിരുന്നു. വേദനകൾക്കിടയിൽ ഒരു ആശ്വാസം നമുക്കിപ്പോൾ ലഭിച്ചു. എങ്കിലും നിയമപ്രകാരമുള്ള DNA ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതിന് ശേഷം, ഉറപ്പിച്ചതിന് ശേഷം ഇവിടെ എത്തിക്കാമെന്നാണ് തീരുമാനിച്ചത്. ഇതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള മനാഫിൻ്റെ പ്രതികരണം എന്തായിരുന്നു? മനാഫ് വളരെ വൈകാരികമായിട്ട്, മനാഫിന് വളരെ ചങ്കുപൊട്ടുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കൂടെയുള്ള ആളുകളൊക്കെ വളരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതാണ് ശരി. MM രാകേഷ് ഇപ്പോൾ വീട്ടിലാണ് രാകേഷ് ഉള്ളത്. നമ്മൾ കുടുംബാംഗങ്ങളുടെ പ്രതികരണം ഇപ്പോൾ തേടേണ്ടതില്ല എന്നാണ് രാകേഷിനെ അറിയിച്ചിരിക്കുന്നത്. അവർ പൊതുവായ പ്രതികരണം നൽകുമ്പോൾ മാത്രം നമ്മൾ അവരുടെ പ്രതികരണം തേടുന്നതായിരിക്കും.